ആക്ച്വലി ഞാൻ വീഡിയോ ഒട്ടും പ്ലാൻ ചെയ്തില്ലായിരുന്നു എടുക്കണമെന്ന്. പക്ഷേ എങ്കിൽ ഇവിടെ വന്നപ്പോൾ എല്ലാം കണ്ടിപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. സോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വാ. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ടാട്ടോ പ്ലാൻ ചെയ്തത്. ഉച്ച വരെ ഞങ്ങൾക്ക് ക്ലാസ്സും അതുപോലെ തന്നെ ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് സമയം ഉണ്ടായുള്ളൂ. പോസ്റ്റിംഗ് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ എക്സാംസ്, യൂണിവേഴ്സിറ്റി എക്സാംസ് ഉടനെ തന്നെ വരാൻ പോവാണ്. അപ്പൊ അതിന്റെ എല്ലാം തിരക്കിലാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തത്. നമ്മുടെ ചേച്ചിമാർക്ക് ഇതൊക്കെയല്ലേ ഗൈസ് ഒരു സന്തോഷം. അവർക്ക് കോളേജിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ മെമ്മറബിൾ ആയിട്ട് വേണ്ടേ. ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ ഫുൾ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ഞങ്ങളുടെ ബാച്ചാട്ടോ. അല്ലെങ്കിലും എല്ലാ കോളേജസിലും നമ്മുടെ ഫെയർവെൽ നടത്തുന്നത് തൊട്ട് ജൂനിയർ ബാച്ച് ആയിരിക്കുമല്ലോ. തൽക്കാലം അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉള്ളിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്കുമായിരുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചേച്ചിമാരെല്ലാം എത്തിപ്പോയി ഗൈസ്. ഞാനും എന്റെ ഫ്രണ്ടും ആയിരുന്നേ. നമ്മുടെ ചേച്ചിമാരെല്ലാം നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് അവരെ വെൽക്കം ചെയ്തു. നമ്മുടെ ചേച്ചിമാർ മാത്രമല്ല കേട്ടോ, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം നമ്മളായിരിക്കുമല്ലോ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിക്കൊടുത്തു. അതുപോലെ തന്നെ ഡിഫറെന്റ് ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തു. കുറച്ച് പ്രൈസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് അനൗൺസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചേച്ചിമാരുടെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വീഡിയോസ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ഫുഡിന്റെ കാര്യം പിന്നെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഒരു പിടിക്കകത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു. നമ്മൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേച്ചിമാരുടെ ഫോട്ടോസ് തന്നെ ആട്ടോ എടുത്തിരുന്നത്. പരിപാടി കഴിയുമ്പോഴത്തേക്ക് അവരത് എന്തായാലും എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. നമ്മുടെ ചേച്ചിമാരെല്ലാം സ്വന്തം മുഖം പതിച്ചിട്ടുള്ള എല്ലാ ഫോട്ടോസും അവർ കൃത്യമായി കൈക്കലാക്കി. ഫെയർവെൽ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളൊരു ഫെയർവെൽ തരുമെന്ന് പോലും ഞങ്ങൾ ആരും വിചാരിച്ചില്ല. നിങ്ങൾക്ക് എക്സാം ഒക്കെ ആയിരുന്നു. പക്ഷെ നല്ലൊരു ഫെയർവെൽ ആയിരുന്നു. ഇതെന്താ ഇത് ഈ കയ്യില് ഇതൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ തന്നു. നമ്മുടെ ഫെയർവെല്ലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പരിപാടിയെല്ലാം നല്ല സൂപ്പറായിട്ട് നടത്തി. പിന്നെ ലാസ്റ്റ് നാരങ്ങവെള്ളം ഉണ്ടായിരുന്നു. പപ്സൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. ചേച്ചിമാർക്ക് വേണ്ടി മാത്രമുള്ള പപ്സ് ഉണ്ടായിരുന്നുള്ളൂ. നാരങ്ങവെള്ളം സൂപ്പറായിരുന്നു. പിന്നെ രണ്ട് റൗണ്ട് പിടിച്ച് ഇത്രയൊക്കെ വ്ളോഗിൽ ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരാളെ കാണിച്ചു തന്നിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ വല്യണ്ണൻ. ഇതാണ് ഞങ്ങളുടെ ഒരേ ഒരു ചെറുക്കൻ, ഞങ്ങളുടെ ബാച്ചിലെ ഒരേ ഒരു ചെറുക്കൻ. And his name is Amaldev KS. Hey guys. സോ അപ്പോൾ ഇനി ഈ കോളേജിലേക്ക് വരുന്ന ജൂനിയേഴ്സിനെ എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരുവാണ്. ആകെയുള്ളൊരു ചെറുക്കൻ. ഇവിടെ വരുന്ന എല്ലാവർക്കും എന്നെ അറിയാം, കുറച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം. ഇത് ഒരെണ്ണേ ഉള്ളതുകൊണ്ട് ഇതിനെ ഓർത്ത് വെച്ചോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഫെയർവെൽ എല്ലാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഞങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങളുടെ ഇങ്ങനെ ഇത്ര നന്നായിട്ട് പരിപാടി നടത്തി ഞങ്ങൾ വിചാരിച്ചില്ല. ചേച്ചിമാർക്കൊക്കെ ഇഷ്ടമായിരുന്നു. പറഞ്ഞാൽ ചേച്ചിമാരും വിചാരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പരിപാടി നടത്തുന്നു. പക്ഷെ നടത്തിയ പരിപാടി നിങ്ങളുള്ള സമയത്തിൽ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് നന്നായിട്ട് ചെയ്തു. അവർക്ക് കുറേ മെമ്മറീസ് കൊടുത്തു, ഞങ്ങൾക്ക് കുറേ മെമ്മറീസ് കിട്ടി. ഞങ്ങളും മറക്കില്ല, അവരും മറക്കില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ, പക്ഷെ നല്ലതായിരുന്നു. അതെ, നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ ചെയ്തു. സ്വന്തമായിട്ട് പൊക്കി പറയാന്ന് വിചാരിക്കല് കൊള്ളായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പലപ്പോഴും പരിപാടി നടത്തി നല്ലതാവാറുണ്ട്, പക്ഷെ കൊള്ളായിരുന്നു. ഞങ്ങൾ വരെ കരഞ്ഞു. ഞങ്ങളുടെ എല്ലാം പേര് വരും, പക്ഷെ ഞങ്ങൾ കരഞ്ഞു. നീ കരഞ്ഞോ? ഞാൻ കരഞ്ഞു ഗൈസ്. ഇനിയൊരു 8 മാസം കഴിയുമ്പോൾ, 8 ഒരു വർഷം, 13 മാസം അതിനുള്ളിൽ ഞങ്ങൾ ഇതുമാതിരി ഒരു ഫെയർവെല്ലിൽ നിൽക്കേണ്ടി വരും. പക്ഷെ ഫെയർവെല്ലിൽ കിട്ടിയ ആൾക്കാർ കരഞ്ഞില്ല, കൊടുത്ത ആൾക്കാർ കരഞ്ഞു എന്നാണ് എല്ലാവർക്കും റെസ്പോൺസ്.
അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക.